الحمد لله الذي أفاض على عباده النعم واشكره شكرا يزيد به الكرم واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للآمنين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على صورة سيدنا محمد في الصغر اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير أفوض أمري إلى الله أفوض أمري إلى الله أفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا
ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أفضل ما قلت والنبيون من قبلي قول لا إله إلا الله. الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين. شبيهك بدر الليل بل أنت أنور ووجهك من ماء الملات يزهر وثلثك كافور وربعك أنبر وخمسك ياقوت وباقيك جوهر بذله بإفلاسي بفقري بفاقتي إليك رسول الله أمسيت أهرب. رضي إلهنا عن غوث كتبنا محي الدين شيخنا خذنا بأيدينا മാനം മീനുങ്ങൂമി പുറക്കാട് പള്ളി ബറക്കത്തിൻ തേരേറി ഞങ്ങൾ പറക്കുന്നേ. മാനം മീനുങ്ങൂമി പുറക്കാട് പള്ളി ബറക്കത്തിൻ തേരേറി ഞങ്ങൾ പറക്കുന്നേ. ആണ്ടിൻ്റെ മാധുര്യം നുകരുന്ന രാവാണേ അഹ്മദ് റിഖാബുദൻ ശൈഖിൻ്റെ ലയാണേ. ആണ്ടിൻ്റെ മാധുര്യം നുകരുന്ന രാവാണേ അഹ്മദ് റിഖാബുദൻ ശൈഖിൻ്റെ ലയാണേ. റബ്ബേ നിൻ വലിയ ഹുബ്ബാണൻ ഖൽബില് കറുത്ത തങ്ങളോടെ ഖുർബേറ്റ് നെഞ്ചില്. റബ്ബേ നിൻ വലിയ ഹുബ്ബാണൻ ഖൽബില് കറുത്ത തങ്ങളോടെ ഖുർബേറ്റ് നെഞ്ചില്. പടയം നാടി പള്ളി ചുറ്റും കിടക്കുന്ന പദവി മഹാന്മാരിൽ എന്നും ഏറ്റല്ല. പഴയം നാടി പള്ളി ചുറ്റും കിടക്കുന്ന പദവി മഹാന്മാരിൽ എന്നും ഏറ്റല്ല. റളിയ إلهنا عن غوث كتبنا محي الدين شيخنا خذنا بأيدينا. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ വേദിയിലെ അനുഗ്രഹീത പണ്ഡിത നക്ഷത്രങ്ങളെ, പഴയങ്ങാടി ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, അതിലുപരി ഈ പരിപാടിയുടെ നെടും തൂണായ
സെക്രട്ടറിയായ നസർ സാഹിബ്, പിന്നെ ഈ വിശുദ്ധ മജ്ലിസിൽ എത്തിച്ചേർന്ന മറ്റ് പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, ഉമ്മബെങ്ങന്മാരെ, രക്ഷകർത്താക്കളെ, പഴയങ്ങാടി മുസ്ലിം മഹലിൻ്റെ കർമ്മോത്സുകരായ സംഘാടക സമിതിയിലെ മറ്റ് പ്രവർത്തകരെ, ഈ മഹലിൻ്റെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനുവേണ്ടി പലവിധത്തിലും പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന അഭ്യുദയകാംക്ഷികളായ പ്രവർത്തകരെ, ഈ സദസ്സിൻ്റെ ശബ്ദം ശ്രവിക്കാൻ ഒരുപാട് വിദൂരങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങൾ ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ പള്ളിയുടെ, ഈ നാടിൻ്റെ ഈമാനിക ചൈതന്യത്തിൻ്റെ കാരണക്കാരനായ കർത്തതങ്ങൾ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാന്യനായ അശേഖ് അഹമ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആത്മീയ നേതൃത്വം ഈ മജ്ലിസിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ആ മഹാന്റെ ഗുരുത്വവും പൊരുത്തവും എളിയവരായ, സാധുക്കളായ, പാവപ്പെട്ടവരായ നമുക്ക് അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാനും അവരോട് ഒരു പൊരുത്തക്കേടും ചെയ്യാതിരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹു പടച്ചതമ്പുരാൻ ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ നാം കാത്തിരിക്കുന്ന ഫിർദൗസിൽ നമ്മെ ആദ്യം ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സദസ്സിന്റെയും ഈ പരിപാടിയുടെയും ഈ പള്ളിയുടെയും നന്മ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ, അള്ളാഹു പടച്ചതമ്പുരാൻ അർഹമായ പ്രതിഫലം അവർക്കെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പഴയങ്ങാടി കരൂർ മുസ്ലിം മഹലിന്റെ കീഴിൽ ഒരുപാട് തളർന്നു കിടന്ന ആ മഹല് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഹക്കുകൊണ്ട് അൽഹംദുലില്ലാ അവരുടെ ആഗ്രഹം പോലെ കേരളം അറിയപ്പെടുന്ന ഒരു മഹല്ലായി മാറാൻ തുടങ്ങുന്നതിന്റെ ഭാഗമാണ് ഈ പരിപാടികളും ഈ ആണ്ട് നേർച്ചയുമെല്ലാം. തീർത്തും ഒരാണ്ടുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അനാചാരങ്ങളും മാറ്റി കറകളഞ്ഞ വിലായത്തിന്റെ പദവിയുള്ളവരോട് കറകളഞ്ഞ അതേ സ്നേഹം സമ്മാനിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ പരിപാടികളാണ് ഇതിന്റെ പിന്നിൽ അൽഹംദുലില്ലാ നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്നത്. സൗഹാർദ്ദതയുടെയും സാഹോദര്യത്തിന്റെയും നാടായ നമ്മുടെ കേരളത്തിന്റെ നെറുകയിൽ ചോരപ്പാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഗ്രാമങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നും ആ പാടുകളെ മാറ്റിയെടുത്തുകൊണ്ട് സൗഹാർദ്ദതയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിലുപരി അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ഞങ്ങൾ ആദരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇതിന്റെ പ്രവർത്തകരുടെ മനസ്സ് അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്നലെ ബഹുമാനിപ്പെട്ട ഉസ്താദ് ഫറൂഖ് നഈമി അവർകൾ യുവാക്കളും ധാർമ്മിക ബോധവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് നസീഹത്ത് നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് അൽഹംദുലില്ലാ ഈമാനോടുകൂടി എങ്ങനെ മരിക്കാം എന്ന വിഷയമാണ്. അത് പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അത് ചെയ്യേണ്ടത് അല്ലാഹുവാണ്. അത് ചെയ്യേണ്ടത് അല്ലാഹു പടച്ചതമ്പുരാനാണ്. അത് പറയാൻ നമുക്ക് കഴിയും, അത് പഠിക്കാൻ നമുക്ക് കഴിയും, അതിനുവേണ്ടി പരിശ്രമിക്കാൻ സാധിക്കും, അതിനുവേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിവെക്കാൻ സാധിക്കും. പക്ഷെ അത് ചെയ്യേണ്ടത് അല്ലാഹു പടച്ചതമ്പുരാനാണ്.
അല്ലാഹു തആല അങ്ങനെയുള്ള മരണം ഈ സദസ്സിൽ വളരെ അച്ചടക്കത്തോടുകൂടി ശബ്ദം ശ്രവിക്കുന്നവർക്ക് അങ്ങനെയുള്ള മരണം തന്നെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ മുഅ്മിനായി മരിക്കാം എന്ന വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിഷയം, വളരെ അത്യാവശ്യമായ വിഷയം. കാരണം കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലർക്കെങ്കിലും പറയാം, സാറേ ഇനിയും ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ഞാൻ പെണ്ണ് കിട്ടും. ഇപ്പൊ കേട്ട ഈ വിഷയം എന്തായാലും അന്ന് ഞാൻ മറന്നു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വേണ്ട. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ പറയാം, ഏതായാലും ഞാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ ഇപ്പൊ താല്പര്യമില്ല, അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ വേണ്ടി വെച്ചാൽ പഠിക്കാം. റമളാനെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരു റമളാൻ ഏകദേശം 1 വർഷത്തോളം നമ്മൾ കാത്തിരിക്കണം, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും വേണ്ട. പക്ഷെ എവിടെയും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മരണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അതുകൊണ്ട് ആ മരണത്തിന് മുമ്പുള്ള ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. കാരണം ഇന്ന് പിറന്നു വീഴുന്ന കുഞ്ഞും 100 വർഷം കൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് ജീവിച്ചിരിക്കുന്ന തള്ളയും ഒരുപോലെ അടുത്ത സെക്കൻഡിൽ നേരിടാൻ പോകുന്നതാണ് മരണം എന്ന് പറയുന്ന മഹാസംഭവം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ പോരാ. മോളെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണടയ്ക്കണം, മോന് ഗൾഫിൽ പോയിട്ട് എനിക്ക് കണ്ണടയ്ക്കണം, മക്കയും മദീനയും ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് മരണപ്പെടണം, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം ഈ പുറക്കാടിന്റെ പരിസരത്ത്, പഴയങ്ങാടിയുടെ പരിസരത്ത് വലിയ കൊട്ടാര സൗധത്തിനകത്ത് മക്കളോടൊത്ത് എയർ കണ്ടീഷൻ റൂമിന്റെ അകത്ത് സുഖലോലുപരായി കിടന്നുറങ്ങിയതിന് ശേഷം കണ്ണടയ്ക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അത് അള്ളാഹു പടച്ചതമ്പുരാൻ നിശ്ചയിക്കുന്ന സമയമാകുമ്പോ ഏത് കോലത്തിലാണെന്ന് റബ്ബിന് മാത്രം അറിയൂ. നമുക്കറിയില്ല. എത്രയോ നിസ്കാരത്തഴമ്പുള്ളവർ ഈമാനില്ലാതെ മരണപ്പെട്ടു. ഒരു വഖത്ത് നിസ്കാരം പോലും കളാക്കാതെ നിർവഹിച്ചു കൊണ്ടിരുന്നവർ അവസാനം പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ട് കാഫിറായി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുപോയി. അള്ളാഹു പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ രണ്ടാമനെന്നറിയപ്പെടുന്ന ഒരേ ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആരെയും കടത്താത്ത ഒരു റൂം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരൊറ്റ റൂം. ആ റൂമിലേക്ക് അദ്ദേഹം ആരെയും കടത്താറില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് ആ റൂമിലേക്ക് കിടക്കും, ഒറ്റയ്ക്ക് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. ആരെയും ആ റൂം പരിശോധിക്കാൻ പോലും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുറെ അണികൾ, മൈക്കൊന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്തു, അദ്ദേഹത്തിന്റെ കുറച്ച് അണികൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ആ റൂം ഒന്ന് പരിശോധിക്കണം, നമുക്ക് ആ റൂം ഒന്ന് പരിശോധിക്കണം. ആ റൂമിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ കടന്നിരുന്നത് എന്ന് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, അത് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്തിനാണ് എന്ന് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് ഭാര്യയോട് അനുവാദം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എന്തിനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ റൂമിൽ പോകുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങൾ ആരുടെയും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള കാര്യത്തിനല്ല അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹം അവിടെ എന്തിനാണ് റൂമിൽ കടന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനവും മാനവും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, ഏതായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് മാതൃക കാണിച്ചിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ആരെയും കടത്താതെ അദ്ദേഹം മാത്രം കടന്നിരുന്ന ഒരു റൂമുണ്ട് എങ്കിൽ ആ റൂം എന്തിനാണ് അദ്ദേഹം കടന്നത് എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നത് വരെ ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനമില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലായുടെ ഭാര്യ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അതിനുവേണ്ടി അനുവാദം കൊടുത്തു. അവരാ റൂമിന്റെ അകത്തേക്ക് കടന്നു നോക്കിയിട്ട് പ്രത്യേകിച്ച് അവർ വിചാരിച്ചതായിട്ട് ഒന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെയൊക്കെ റൂമുകളിൽ രഹസ്യ അറകളുണ്ട്, പല സ്ഥലങ്ങളിലും രഹസ്യ അറകളുണ്ട്, പല റൂമിന്റെ അകത്തും ആനക്കൊമ്പുകളും കുതിരക്കൊമ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലായുടെ രഹസ്യ അറയ്ക്കകത്തൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടും 7 ദിവസമായിട്ടും വറ്റിപ്പോകാറ് കുറെ നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന തുണിത്തരങ്ങൾ മാത്രമായിരുന്നു. ആ സഹോദരങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് പ്രിയപ്പെട്ടവളോട് പറഞ്ഞു,
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹുവിന്റെ റൂമിന്റെ അകത്ത് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുറെ തുണികൾ അവിടെ നനഞ്ഞു കിടക്കുന്നു, ഇതിനപ്പുറമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുത്തു, ഞാനും അദ്ദേഹം കടന്ന റൂമിൽ പരിശോധിക്കാൻ വേണ്ടി ഒരു ദിവസം പോയിരുന്നു. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പോലെ സംശയം എന്റെ മനസ്സിലുമുണ്ടായി. ആ റൂമിന്റെ അകത്തേക്ക് ഞാൻ കടന്നു ചെന്നു. അദ്ദേഹം ആ റൂമിന്റെ അകത്തേക്ക് കടന്ന് വാതിലടച്ചതിന് ശേഷം ഈന്തപ്പനയുടെ നാരുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ റൂമിന്റെ ചെറിയ നേരിയ ജനാലയിലൂടെ ഞാൻ എന്റെ കാതൊന്ന് ചേർത്ത് വെച്ചു. എന്താണ് അദ്ദേഹം അകത്ത് ചെയ്യുന്നത് എന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ ഞാൻ ആ കാത് കൂർപ്പിച്ചു വെച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ കൂടെ കിടന്നുറങ്ങിയവൻ, എന്നെയും ഉറക്കി കിടത്തിയിട്ട് റൂമിന്റെ അകത്തേക്ക് വന്നരെന്തിരെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എന്റെ മനസ്സ് വല്ലാതെ തളർന്നുപോയി. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആ പെങ്ങൾ പറയുകയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മഹാനുഭാവനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഭരണം നടത്തിയിട്ട് നീതിയുടെ പടവാളായി മാറിയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ആ റൂമിലേക്ക് കാതുകൾ കൂർപ്പിച്ചു വെക്കുന്ന ഭാര്യ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവന്റെ കരച്ചിലിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. ആ കണ്ണീരിനിടയിൽ എന്തോ പറയുന്നുണ്ട്, അല്ലാഹുവേ, ഏകാന്തപതികനായി റൂമിന്റെ അകത്ത് എന്തിനാണ് ഞാൻ കടന്നു വന്നതെന്നറിയുമോ? എന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോ കിട്ടാത്ത ഈമാനുണ്ടല്ലോ, ജനങ്ങളുടെ കൂടെ സഹകരിക്കുമ്പോ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് ഈമാനിന്റെ മാധുര്യം ഈ റൂമിന്റെ അകത്ത് ഒറ്റക്കിരിക്കുമ്പോൾ എനിക്ക് കിട്ടുകയാണ്. ആ ഈമാനിന്റെ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിലുള്ള ആകെ ഒരേ ഒരു ആശങ്ക മാത്രമാണുള്ളത്, അതൊന്ന് തീർത്ത് തരണേ അല്ലാ. അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. ആരാണ് ദുആ ചെയ്യുന്നത്? ഉമർ രണ്ടാമൻ എന്നറിയപ്പെടണമെങ്കിൽ എന്തുമാത്രം പദവിയുള്ള ജീവിതമാണ് ആ മഹാൻ ദുനിയാവിൽ കാഴ്ചവെച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരൊറ്റ ആഗ്രഹമാണ് മനസ്സിൽ ആശങ്കയായിട്ടുള്ളത്, അത് അള്ളാഹു നടത്തി കൊടുക്കുമോ എന്നുള്ള സംശയം. ഏതാഗ്രഹ? അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ അല്ലാ. അതിൽ അവർക്കൊക്കെ ആശങ്കയായിരുന്നു. നമുക്കും ആശങ്ക വേണം, പേടിക്കണം, ഭയപ്പെടണം, കരഞ്ഞു ദുആ ചെയ്യണം, അമൽ ചെയ്യണം. റമളാൻ മാസം കഴിഞ്ഞ് അസ്സലാമു അലൈക യാ കഞ്ഞി, അസ്സലാമു അലൈക ഈത്തപ്പഴത്തിന്റെ കുരു എന്നും പറഞ്ഞ് പെരുന്നാളിന്റെ മൊയിലാരെയും കെട്ടിപ്പിടിച്ച് 50 രൂപയും കൊടുത്തിട്ട് അടുത്ത റമളാന് കാണാം ഉസ്താദെന്ന് പറഞ്ഞ് രണ്ട് കരച്ചില്ല. പെരുന്നാളിന്റെ മുസാഫ് ചെയ്യുമ്പോൾ കരയണം എന്തിനാ? ഉസ്താദിനെ മുസാഫ് ചെയ്യുമ്പോൾ കരയണം എന്തിനാ? നിങ്ങൾ ആലോചിച്ചു. ഉസ്താദ് ഗൾഫിൽ പോകുമ്പോൾ ഉസ്താദിന് ആകെ 1.5 ദിവസത്തെ ലീവേ ഉള്ളൂ. സാധാരണ ലീവ് ഒരുപാട് കിട്ടും എല്ലാവർക്കും. പെരുന്നാളിന് തുണിക്കട നിൽക്കണമെന്ന് വരെ 2 ദിവസത്തെ ലീവ് ഉണ്ട്. പമ്പ് വരെ അന്ന മതിയാ. മുസ്ലിയാരുടെ അടുത്ത് സെക്രട്ടറി ഒന്ന് ചോദിക്കും, അപ്പൊ വോട്ട് നാളെ വൈകിട്ട് വരൂലേ? വോട്ട് നാളെ വൈകിട്ട് വന്നോളൂ, 1.5 ലീവേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലീവും കൊണ്ടുപോകുന്ന പാവപ്പെട്ട ഉസ്താദിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയേണ്ട ഒരു കാര്യമില്ല. പിന്നെ എന്തേ അങ്ങനെ കരയുന്നതെന്ന് അറിയോ? അടുത്ത റമളാന് കാണാം ഉസ്താദേ, ഇനി നമ്മൾ പള്ളി കയറൂല ഉറപ്പാ. അങ്ങനെ പോണ കരച്ചിലാ കാണണേ. അപ്പൊ ഏതായാലും എന്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒതുക്കി വെക്കാനുള്ളതല്ല ഇസ്ലാം. അങ്ങനെ 27 രാവിലെ ഞാൻ മോമിനായി മരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ പദവി കിട്ടും എന്നതും നിങ്ങൾ ഉറപ്പിക്കണ്ട. എത്രയോ പേരുണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ നടത്തിയ ബർസീസ എന്ന് പറയുന്ന മഹാൻ. ആരായിരുന്നു ബർസീസ? ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പടച്ചതമ്പുരാന് വേണ്ടി താണകീന് വണങ്ങിക്കൊണ്ടിരുന്ന ആ ബർസീസ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കുപ്പിയിലാക്കിയില്ലേ? എന്നിട്ട് അവസാനം ബർസീസ ഈ ദുനിയാവിൽ നിന്ന് കാഫിറായിട്ട് ചത്തൊടുങ്ങിപ്പോയില്ലേ? ബൽആം ഇബ്നു ബാഹൂർ ആരായിരുന്നു പ്രിയപ്പെട്ടവര്? ഏറ്റവും വലിയ കിതാബ് തിരിയുന്ന കേരളത്തിൽ ഏറ്റവും അധികം വാദപ്രതിവാദങ്ങൾ നടത്തിയ ശേഖന്നൂർ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? ആരെയും കാണാനില്ല, കേൾക്കാറില്ല. എല്ലാവരുടെയും പ്രശസ്തികൾ പോയി, പേരുകൾ പോയി, പവറുകൾ പോയി. അവസാനം ലോകത്തിൽ നിന്ന് ഈമാൻ കിട്ടാതെ ചത്തൊടുങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയെങ്കിൽ എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട മോമിനികളെ, ഈ തലയിൽ കെട്ടും ഈ തൊപ്പിയും ഈ കുപ്പാലവും ഈ ജീവിതവും ഈ എല്ലാ ഇൽമിന്റെ മജ്ലിസിന്റെ രാവും പകലുകളുമല്ല റഹ്മാനായ പടച്ചതമ്പുരാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യമായിരിക്കണം ഞാനും നിങ്ങളും ആദ്യം വെക്കാനുള്ളത്. അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ,
അല്ലാഹുവേ, ആലപ്പുഴയിലോ ആറാട്ടുപുഴയിലോ അമ്പലപ്പുഴയിലോ പഴയങ്ങാടോ ഇന്ന പരിസരത്ത് എവിടെ കിടന്നാണ് റബ്ബേ ഞാൻ മരിക്കുന്നതെന്നറിയില്ല. വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ റോഡിലാണോ തോട്ടിലാണോ കാട്ടിലാണോ, എല്ലാ രാജാതിരാജനാര പടച്ച റബ്ബേ നിന്റെ കയ്യിലാണ്. അതുകൊണ്ടല്ലാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഈമാനില്ലാതെ മരിപ്പിക്കല്ല റബ്ബേ. റൂഹ് പിടിക്കുന്നതിന്റെ നൊമ്പരം തന്റെ ശിരസിലേക്ക് ഞരമ്പുകളിലൂടെ ഏറ്റുവാങ്ങി തലച്ചോറ് ഏറ്റെടുക്കുമ്പോ ആ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് കിടക്കുമ്പോ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തെറ്റുകൂടാതെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗീയ നിലാവാസരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ജീവിതത്തിന്റെ അഴമാലുകളെ മാറ്റിവെച്ചില്ലാരെങ്കിൽ റമളാനിന്റെ 27-ാം രാവിലെ പൊട്ടിക്കരഞ്ഞിട്ട് പെരുന്നാളിന്റെ അന്ന് മേരിക്കൊണ്ടൊരു കുഞ്ഞാടിന്റെ ചുരിദാറുമിട്ടുകൊണ്ട് ഭർത്താവിന്റെ കൂടെ വീകാലാണ്ട് നീന്തി തുടിക്കോ കൊതിയോടുകൂടി കാത്തിരുന്ന പെങ്ങള് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ചാക്ക് കണക്കിന് അരിയിറക്കി എന്ന് പറഞ്ഞിട്ട് അല്ലാതെ മയക്കണ്ട പെങ്ങളെ കണ്ണീരോടെ ദ്വാരുന്നു. എത്രയോ പേര് ഈമാൻ കിട്ടാതെ നായകൾ ചത്തൊടുങ്ങുന്ന പോലെ റോഡിന്റെ ഭാഗത്ത് കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോ ഏത് സമയത്ത് റൂഹ് പിരിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞുകൊണ്ട് മരിപ്പിക്കണേ എന്ന് കണ്ണീരോടുകൂടി ദുആ ചെയ്തു. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും വലിയ ഭാഗ്യവാൻ അവരാ. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും? ആരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ? പഴയങ്ങാടിയിലെ സഹോദരിമാരോട് ചോദിച്ചാൽ പറയും അതപ്പുറത്തായി ഷാത്തായാണ്, അവളെ മച്ചാക്ക് ഇന്നോവ ഉണ്ട്, അവക്ക് സ്കൂടി, എന്തൊരു സ്കൂബിയാ, ഇന്നെല്ലാ താത്തമാരും അതാണല്ലോ, അതുണ്ട്. പിന്നെ അവളെ 4 വയസ്സായ മോന് പൾസറുണ്ട്, അവളെ മരിക്കാത്ത ഉപ്പാപ്പാക്ക് അൽസറുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണ് ഭാഗ്യവതി. അവളെക്കാൾ വലിയ ഭാഗ്യവതി പഴയങ്ങാടിയിൽ വരണ്ടോ? നമ്മളെ ആണുങ്ങളായ ചിലർ പറയും നമ്മുടെ നാട്ടിലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അത് അയാൾ തന്നെ. സുൽഫീഖർ എന്ന് പറഞ്ഞാൽ അവൻ ഗൾഫിലേക്ക് പോയിട്ട് എന്താണ് പടച്ചവനെ ഉണ്ടാക്കിയില്ലേ ശരിക്ക്. അവിടെ പലിശക്ക് കൊടുക്കുന്ന നല്ല മാർക്കറ്റ് ഇവിടത്തെ പോലെയല്ല. അതുപോലെ തന്നെ കള്ള് കച്ചവടം. അങ്ങനെ ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞല്ല, പണ്ട് വിഴിഞ്ഞത്ത് അതിന് പോലെയാവും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലെന്ന് ഞാൻ ആയത്തോതി പറഞ്ഞപ്പോൾ സദസ്സിരുന്ന് എല്ലാവരും അകത്തേക്ക് നോക്കി. കാരണം പ്രസിഡന്റിന്റെ ഇരട്ട പേര് ഒട്ടകമെന്നായിരുന്നു. പ്രസിഡന്റ് സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു ഇത് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഇവിടുത്തെ ഖത്തീബ് വന്ന ഖത്തീബിന് കത്ത് കൊടുത്ത് പറയിപ്പിച്ചതാ. അയാളെ പിരിച്ചുവിട്ട് എൻ്റെ പ്രസംഗം നിർത്തി. ഇവിടെയുള്ള ഒരു പാവപ്പെട്ട ആളെ ജോലിയും പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അർത്ഥം വെച്ച് പറഞ്ഞതല്ല. പേര് ഇങ്ങനെ സുൽഫീഖറും സുൽബത്തെന്നൊക്കെ മനസ്സിൽ വരും, അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇന്ന് പിന്നെ ഭാഗ്യവാൻ ആരെന്നറിയണമെങ്കിൽ ചാനലിൽ തുറന്നെങ്കിലേ അറിയാൻ പറ്റുള്ളൂ എന്നാ പുതിയ കണ്ടുപിടുത്തം. 50 ലക്ഷത്തിന്റെ പെട്ടി കിട്ടണം, 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടണം, ഇതൊക്കെ കിട്ടുന്നവരാണ് ഭാഗ്യവാൻ. ബാക്കിയുള്ളവരാരും ഭാഗ്യമുള്ളവരല്ല എന്നാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഭാഗ്യവാൻ ആരാണ്? പഴയങ്ങാടിയില് സ്വർണത്തിന്റെ ശരീരം നിറച്ച് സലിക്കുന്ന സ്വർണ്ണക്കട പോലെ നടക്കുന്ന പെങ്ങളെ, സ്വർണത്തിന് എത്രയും വിലയുണ്ടായിരുന്നിട്ടും നിന്റെ പ്രിയപ്പെട്ടവൻ നിനക്ക് വിവാഹത്തിന്റെ വാർഷികത്തിന് സ്വർണം കൊണ്ട് തരുന്നില്ലേ? കല്യാണത്തിന് പോകാൻ 10.5 പവന്റെ മാല നെഞ്ചത്തിട്ടടിച്ചടിച്ചുകൊണ്ട് കല്യാണത്തിന് പോയി ഒരുങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നീയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് കരുതണ്ട. എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ധാരാളം കാശുണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് ജീവിക്കുന്നവരാണ് പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പറയണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ഈ ലോകത്തിനൊന്ന് വിട പറയുമ്പോ അവന്റെ ബന്ധുക്കളും അവന്റെ കുടുംബക്കാരും വട്ടം കൂടി നിൽക്കുമ്പോ, അവനെങ്ങനെ വെട്ടിൽ കിടക്കുമ്പോ മരണവേദന അവന്റെ ഞരമ്പിലൂടെ സക്കറാത്തിന്റെ നൊമ്പരം അവനെ പിടിച്ചടക്കുമ്പോ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് വിരിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് റോട്ടിലാണോ വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ എവിടെയാണെങ്കിലും ആ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ അവൻ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ഈബത്ത് പറഞ്ഞിട്ടുണ്ട്, വസാദ് പറഞ്ഞിട്ടുണ്ട്, കല്യാണം മുടക്കിയിട്ടുണ്ട്, മരണ വീട്ടിൽ പോലും അടിയുണ്ടാക്കിയിട്ടുണ്ട്,
എത്ര പേരുടെ പച്ചമാംസം തിന്നിട്ടുണ്ട്. നാട്ടിൽ കഴിയുന്ന ഭാര്യയെ കുറിച്ച് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനോട് അവൾക്ക് ആണുങ്ങളുടെ കൂടെ കറക്കമാണെന്ന് മൊബൈലിലൂടെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾക്ക് സാക്ഷിയായി നിന്റെ നാവ്. ആ നാവ് കൊണ്ട് അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തെറ്റുകൂടാതെ വ്യക്തമായി പറഞ്ഞുച്ചരിച്ചിട്ട് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയിട്ട് മരിക്കാ നിനക്ക് കഴിഞ്ഞാൽ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര്. അങ്ങനെ ഭാഗ്യം കിട്ടണമെങ്കിൽ ചമഞ്ഞു നടന്നത് കൊണ്ട് മാത്രമായില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വലിയ പ്രവർത്തകനാണ് ഞാനെന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് പഴയ നാടിയിലൂടെ നടന്നതുകൊണ്ടായില്ല. അങ്ങനെ നടന്ന പലർക്കും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ണീരോടുകൂടി ദുആരുന്നു, ഇപ്പോഴും ദുആ ചെയ്തു. അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, അല്ലാഹുവേ മുസ്ലിമായിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. UP മുഹമ്മദ് മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മാത്തൂർ ഉസ്താദിനെ നിങ്ങൾക്കറിയുമല്ലോ. എത്രയോ സ്ഥലങ്ങളിൽ ആ ബഹുമാനപ്പെട്ടവര് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ മഹാനുഭാവൻ എവിടെ ദുആക്ക് പോയാലും സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരോട് മുസാഫത്ത് ചെയ്യുന്നവരോട് പറയുന്ന ഒരൊറ്റ വസിയത്ത് എന്തെന്നറിയോ? ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലാത്ത കാര്യമാണത്. എത്രയോ നല്ല നല്ല മരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുമുതൽ പിന്നെ സ്വർഗമാണവന്. അവന്റെ ഖബറും അവന്റെ പരലോകവും ഒന്നും അവൻ പേടിക്കേണ്ട കാര്യമില്ല. അതിനെന്താണ് ചെയ്യുക? അമ്പുറത്ത് പോകുമ്പോ ഇത്രയും വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫ്ലെക്സ് ബോർഡ് അടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിന്റെ ഹാളിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു എന്നാണ് ഒരു ഉമ്മാമ പറഞ്ഞത്. അസ്രായേൽ വരുമ്പോ ഞാൻ അതിൽ നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മളങ്ങ് മരിക്കും, സെറ്റപ്പായി. അസ്രായേൽ ഈ പണ്ട് സ്കൂളിൽ പോയി കോപ്പി അടിച്ച പോലെ അസ്രായേലിനെ പറ്റിക്കാൻ പറ്റും? കഴിയില്ല പ്രിയപ്പെട്ടവർ. നമ്മൾ അങ്ങനെ കാണാതെ പിടിച്ചതുകൊണ്ടൊന്നും ആയില്ല. ഏതെങ്കിലും ചുവരുകളിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ല. സ്കാരമില്ലാത്തവൻ പോലും ഇന്ന് വീടിന്റെ വാതിൽ എഴുതി വെക്കുന്നൊരു തവക്കൽതു അലല്ലാഹ്, എല്ലാം ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ ഒരു പലിശയ്ക്ക് കൊടുക്കില്ല, കൃത്യമായിട്ട് തിരിച്ച് പൈസ കൊണ്ട് തരാൻ അള്ളാഹയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പുള്ളി. അപ്പൊ ഇതുപോലെ തോന്നിവാസം ചെയ്തിട്ട് മഹത്വമുള്ള വാക്കുകളെ വീടിന്റെ അലമാരയിലും അടുക്കളയിലും എഴുതി വെച്ചു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനോടുകൂടി മരിക്കാൻ അതിനു വേണ്ടിയിട്ടൊരു അവസരം അല്ലാഹു തരണമെന്നില്ല. ഒരുങ്ങി തയ്യാറെടുത്തിരുന്നേ പറ്റൂ. ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയലാണ് അതിന്റെ അടയാളം. അതെങ്ങനെ സാധിക്കും? ജീവിതത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധമുണ്ടായാലേ സാധിക്കൂ. ജീവിതത്തിൽ തീർത്തും ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നല്ലൊരു ബന്ധമുണ്ടാവണം, എങ്കിൽ മാത്രമേ കഴിയൂ. ഇല്ലാതെ ഒരാൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഏറ്റവും നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് ചിലപ്പോൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതാണെങ്കിൽ പോലും അതും അല്ലാഹുവിന് ഇഷ്ടമാണ്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും മുമ്പ് വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ചൊല്ലിയ വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലോകത്ത് വന്നവരിൽ ഏറ്റവും അധികം ചൊല്ലിയ, ഞാനും മുമ്പ് വന്നു പോയിട്ടുള്ള സർവ്വ പ്രവാചകന്മാരും ചൊല്ലിയ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആ വാക്ക് നാം മറക്കാൻ പാടില്ല. പണ്ട് ചൊല്ലുമായിരുന്നു. നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞു നമ്മുടെ വീടിന്റെ അകത്ത് കിടന്നിറങ്ങണമെങ്കിൽ സന്ധ്യ നേരമാകുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് നിസ്കാരപ്പായിൽ കേൾക്കുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ വീട്ടിന്റെ അകത്തൊരു പ്രിയപ്പെട്ട കുഞ്ഞ് പൊട്ടിക്കരഞ്ഞ തൊട്ടിൽ കിടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാര് ആ തൊട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര മനോഹരമായിരുന്നു അത് കേൾക്കാൻ. ഇന്ന് നമ്മുടെ മക്കളെ അങ്ങനെ താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മമാരുണ്ടോ? ഇന്ന് നമ്മുടെ മക്കളെ കയ്യിൽ വെച്ചിട്ട് കുപ്പിപ്പാലെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് കുങ്കുമപ്പൂവിന്റെ ക്ലൈമാക്സ് കാണാ കണ്ണീരോടെ കാത്തിരിക്കുന്ന പെങ്ങന്മാരായി നമ്മുടെ സഹോദരിമാര് മാറുമ്പോ, നിന്റെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് പാട്ടുപാടി ഉറക്കിയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. എത്ര രസമായിരുന്നു അത് കേൾക്കാൻ. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനാ നീ വളരണം, ജീവിത പൊന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് പാടിക്കൊടുക്കാൻ ആളുണ്ടോ? അത് പാടുന്നത് മാത്രമല്ല, മഗ്‌രിബിന്റെ ഭാഗം പഴവങ്ങാടി പള്ളിയുടെ മിനാരത്തി എന്ന് കേട്ടാ വീടിന്റെ കത്ത് എല്ലാം ഓഫാക്കി വെച്ചിട്ട് അന്നുണ്ടായിരുന്ന ചെറിയ ഒരു ആകാശവാണി പോലും നിർത്തിവെച്ചിട്ട് കൈകാല് കഴുകി ഒലുകൊടുത്ത് മുസല്ലയിലേക്ക് വന്നിരുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീഹ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 100 പ്രാവശ്യം പറയാത്ത ഉമ്മമാരുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹു പടച്ച തമ്പുരാന്റെ ഖുർആൻ പറയുകയാണ്, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ധാരാളമായി അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക. അല്ലാഹു നിശ്ചയിച്ചു തരികയാണ് 2 സമയം, പ്രഭാതവും പ്രദോഷവും 2 സമയം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ആ 2 സമയം ഒഴിവാക്കിയിട്ടാണ് നാം ദിക്റില്ല. പ്രഭാതത്തിൽ ദിക്ർ ചൊല്ലാൻ നമ്മൾ എപ്പോഴാണ് ഉണരുക? ചില ആൾക്കാർക്ക് സുബഹി 11 മണിക്കാണ്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ സുബഹി ളുഹറിന് വന്ന് ഖളാ വീട്ടുമ്പോൾ എഴുത്തുദാന്റെ സമയമാകുമ്പോൾ ചെറുതായിട്ടൊന്ന് തല തിരിച്ചു നോക്കുക, ആരെങ്കിലും ഉണ്ടാകുന്നു. ഇല്ലെങ്കിൽ മാത്രം കൈ ഇങ്ങനെ വെച്ച് അല്ലാഹുമ്മ. കാരണം ആൾക്കാരറിയില്ലേ. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ നല്ലതുപോലെ റാഹത്തായിട്ട് കുനൂത്ത് ഓതും. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊക്കെ ആളുണ്ടെങ്കിൽ പിന്നെ കുനൂത്ത് നേരെ അങ്ങ് സുജൂദിലേക്ക് പോയിട്ട് പകുതി നൃത്തത്തിലും പകുതി സുജൂദിലും ഓതും. അങ്ങനെ പെട്ടെന്ന് ഓതി കഴിയും. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, പറവറ എല്ലാം കഴിയുമല്ലോ. ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ ഒരു സഹവിന്റെ സുജൂദും കൊണ്ട് ചെയ്തിരിക്കും. മനഃപൂർവ്വം മറന്നിട്ട് സഹവിന്റെ ഒരു സുജൂദ് അങ്ങനെ ചെയ്യും. അപ്പൊ നമ്മളെ വിചാരം എന്താണെന്നറിയോ? അള്ളാഹുവിനറിയാം ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നില്ലേ, ഷംനാഥ് അതും ചെയ്യുന്നില്ലല്ലോ, സുധീർ അതും ചെയ്യുന്നില്ലല്ലോ, അവൻ എന്നെ പോലെ നിസ്കാരം കളാക്കിയിട്ട് നിസ്കരിക്കണ പോലും ഇല്ലല്ലോ, ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ല, അപ്പൊ അള്ളാഹു ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ വലിയ സന്തോഷിപ്പിക്കണ ഒരു വലിയ പാടാ അള്ളാഹെ. അങ്ങനെ കുറെ അള്ളാഹെ സന്തോഷിപ്പിക്കണ കുറച്ച് ആൾക്കാർ. ചില ആൾക്കാരുണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ എഴുന്നൊരൊറ്റ പോക്ക, ദുആ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിനെ അറിഞ്ഞൂടെ ഉസ്താറേ, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അള്ളാഹുവിന് അറിഞ്ഞൂടെ? നിങ്ങൾ പലവ്യഞ്ജന കടയിൽ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി വയ്ക്കാൻ വേണ്ടി മുളകൊടിയും മല്ലിപ്പൊടിയും ഇറച്ചിയൊക്കെ ഇട്ട് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. കടക്കാരനെ അറിഞ്ഞൂടെ തരാൻ? ചുമ്മാ ഇങ്ങനെ പോയി കവറുമായിട്ട് വന്ന് അകലം മോണ്ടൊക്കെ ഇട്ട് തരും. ഓണായിട്ട് പോടാ മാറിപ്പോടാ, നല്ല കച്ചവടം നടക്കുന്ന സമയം എന്ന് പറയും. ചോദിക്കണം, 1 കിലോ മല്ലിപ്പൊടി 1 കിലോ മുളക് പൊടി ഒക്കെ വേണം. അല്ലാണ്ട് പറയണം, പടച്ചോൻ എൻ്റെ വൈഫിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, അള്ളാഹുവിന് അറിഞ്ഞൂടെന്ന് ചോദിച്ചാൽ എല്ലാം അള്ളാഹ്ക്ക് അറിയാം. നിസ്കരിക്കണതിന് അവനെ വീട്ടിലിരുന്നാൽ പോലും അള്ളാഹ്ക്കെല്ലാം അറിയാലോ. അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ കാരണങ്ങളാണ് അള്ളാഹ് വെച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അത് അതാവിധി തന്നെ നടത്തണം. നമ്മളിങ്ങനെ പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കി അങ്ങോട്ട് ഒരു പുതിയ രീതിയിലൊന്നും നമ്മൾ കിടക്കരുത്. അള്ളാഹു താല കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ കാണുന്നത് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്ന മഹാന്റെ കറാമത്താണ്. അതല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കന്മാർ കിടന്നുറങ്ങുന്ന സ്ഥലം മുഴുവനും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അവിടെ ഉറങ്ങിക്കിടക്കൂല പ്രിയപ്പെട്ടവ, ഒരിക്കലും ഉറങ്ങിക്കിടക്കാറില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അടുത്ത് കുറച്ച് ദിവസമായുള്ളൂ, ഒരാഴ്ചയാവുള്ളൂ, ഒരു വാതിന് പോയി. അവിടെ ഒരു മക്ബറ, സുബ്ഹാനല്ലാഹ്, മക്ബറ കണ്ടാൽ അവിടെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ പറഞ്ഞു വരുത്തിയത് നൗഷാദ് ബാക്കവി മുജാഹിദാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാള് ആരും കേൾക്കാൻ പോരുതെന്നൊക്കെ പറഞ്ഞ് വീടുകളിലൊക്കെ കയറി പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹ് അനുഗ്രഹിച്ചു, ഭയങ്കര ആളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഉപകാരം ചില ആൾക്കാരെ കൊണ്ടുണ്ടാവും.
അപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും അങ്ങനെ പറയട്ടെ എന്നൊന്നും ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഞാനും മക്ബറയുള്ള സ്ഥലത്തൊക്കെ പോയാലും മക്ബറ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തില്ലെങ്കിൽ അവരുടെ പൊരുത്തക്കേട് കിട്ടിയാൽ വാപ്പാടെ പൊരുത്തക്കേട് കണക്കല്ല, മുണ്ടുകൊടുക്കാൻ നേരം കിട്ടൂല, ഓടി ഊപ്പാട് വരും. കിടക്കം നിങ്ങൾ വിചാരിക്കും മണ്ണും വാരിയിട്ട് പൂശി വെച്ചിരിക്കുകയാണെന്ന്. സംഭവം അവരുടെ പൊരുത്തക്കേട് കിട്ടിയാൽ മുണ്ടുകൊടുക്കാൻ നേരം കിട്ടൂല, ഉറപ്പാണ്. അതിന് മുമ്പ് സംഭവം വലിയ വശക്കേടാവും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അവിടെ ഒരു മക്ബറ, അവിടുത്തെ ആ മക്ബറ കെട്ടാൻ ഏത് മേശിരി വന്നാലും ഒരു സൈഡ് കെട്ടുമ്പോൾ മറ്റേ സൈഡ് ഇടിഞ്ഞു വീഴും. കെട്ടാൻ പാടില്ല എന്നാണ് മൂപ്പര് താല്പര്യം, അതാണത്ര. ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കെട്ടാൻ അദ്ദേഹത്തെ, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ, അത് കെട്ടാൻ അദ്ദേഹം അനുവദിക്കൂല. ആര് വന്ന് എത്ര വെല്ലുവിളിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് മനോഹരമായി കെട്ടാം എന്ന് താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പൈസയൊക്കെ ഓഫർ ചെയ്ത് അങ്ങനെ വന്ന് കല്ല് സിമൻ്റൊക്കെ ഇറക്കി കെട്ടി തുടങ്ങിയാൽ ഒരു സൈഡ് കെട്ടുമ്പോൾ അടുത്ത സൈഡ് ഇടിഞ്ഞു വീഴും. അതങ്ങനെ തന്നെ കിടക്കുന്നു, പച്ച മണ്ണ്. പിന്നെ കുറേ മരങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്തൊരു ശാന്തതയാണ് അവിടെ. മനസ്സിലൊരു ഭയം തോന്നിപ്പോകും ആ മക്ബറ കാണും. അല്ലാഹു തആല മഹാന്മാരെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്, ജീവിതകാലത്ത് ഏറ്റവും വലിയ ആയുധമായി കയ്യിൽ കൊണ്ടു നടന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട് നടന്നവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ജീവിച്ചവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പ്രസംഗിച്ചവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ലോകത്ത് പ്രവർത്തനം നടത്തിയവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് നമ്മുടെ രാവും പകലും പാഴാക്കി കളയല്ലേ എന്റെ സഹോദരിമാരെ. റമളാൻ മാസത്തിൽ അലമാരയ്ക്കകത്ത് കൊണ്ടുവച്ച തസ്ബീഹ് പുറപ്പെടുക്കാനുള്ള നേരമായി. റമളാൻ മാസം 27-ാം രാവിന്റെ അന്ന് മടക്കി വെച്ച ഖുർആൻ കഴിഞ്ഞ റമളാൻ 27-ന് മടക്കി വെച്ചിട്ട് തിരി അടയാളം വെച്ചിരുന്നു ഖുർആനിൽ. ഈ റമളാൻ 1-നാണ് തിരി വലിച്ചൂരിയപ്പോൾ കറുത്തത് മൊത്തം അകത്തും കമ്പ് മൊത്തം പുറത്തും. ഖുർആനില്ല, മൂത്തി നോക്കുമ്പോൾ ബക്കറ തുടങ്ങി വെച്ചിരിക്കുന്നു, ഒരു ഖത്തം തീർന്നതാ. അതങ്ങനെ തന്നെ ഒരൊറ്റ വർഷം. ഇത് ഒരു വർഷക്കാലത്തെ സീസൺ പ്രോഗ്രാമായി മാസത്തിലെ റമളാൻ മാസത്തിലെ അമലുകൾ മാറുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത്. അങ്ങനെയായാൽ നമുക്ക് ഈമാനോടുകൂടി ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പടച്ചതമ്പുരാൻ എന്തെല്ലാം കൊടുത്തു. എത്ര മനോഹരമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ആ ചരിത്രത്തിന് പോലും ഖുർആൻ പറഞ്ഞ പേര് അഹ്സനുൽ ഖസസ് എന്നാണ്. ലോകത്ത് നടന്നിട്ടുള്ള ചരിത്രത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ചരിത്രം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. പഴയങ്ങാടിയിലെ സഹോദരിമാരിപ്പോ മനസ്സുകൊണ്ട് വിചാരിക്കും, നൗഷാദ് ബാക്കവി ഇപ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രം പറയും, ഇപ്പൊ സുലൈഖ ബീവിയെ കൊണ്ടുവരും, ഇപ്പൊ ആപ്പിള് കൊണ്ടുവരും, ഇപ്പൊ മുറിക്കും. അത് മാത്രം മണിച്ചങ്ങ് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ആപ്പിള് മുണിക്കണ മാത്രം അറിയാം. യൂസുഫ് നബി ആരാ, എവിടെന്നാ വന്ന, എന്തൊക്കെ അതൊന്നും അറിയില്ല. യൂസുഫ് നബി സുലൈഖ കേട്ട് ഭയങ്കര ഇത് മാത്രം അറിയാം. ഇത് പഠിച്ചു വെച്ച് കുറെ പുസ്തകങ്ങൾ എടുത്ത് അടയാളം വെച്ച് അതിങ്ങനെ മടക്കി വെച്ചിരിക്കും. 160 മാസം ആകുമ്പോൾ യൂസുഫ് നബി ചരിത്രം. എപ്പടി യൂസുഫ് നബി ചരിത്രം. ഈ യൂസുഫ് നബിയുടെ ചരിത്രം എന്ന് ആദ്യം മുതൽ അവസാനം വരെ നീ പടി. അതില്ല, സുലൈഖ ബീവി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ പഠിക്കുള്ളൂ. നമ്മളല്ലെങ്കിലും പണ്ട് ഇങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും ഒരു ലവ് സ്റ്റോറിയാണ് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഒരു പുള്ളി പാവാട ഇട്ടുകൊണ്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ പോകണം. ബഷീർ പറഞ്ഞ മാതിരി അതുപോലെ ആകരുത് നമ്മുടെ ചിന്ത. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വളരെ മഹത്തമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഖസസ് എന്നാണ്. ഏറ്റവും നല്ല ചരിത്രമെന്നാണ്. ഏറ്റവും നല്ല ചരിത്രമെന്നാണ്. ഏറ്റവും നല്ല ചരിത്രമെന്നാണ്. ആ ചരിത്രമുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ട വിവരം തന്റെ പിതാവിനോട് പറഞ്ഞത് നമുക്കറിയാം. കൂടപ്പിറപ്പുകളാ പ്രിയപ്പെട്ട യൂസുഫിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് നമുക്കറിയാം. എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാര് ഓടിവരണേ, നല്ല സന്തോഷത്തോടെ ഓടിവരണേ. ഒരു കുഞ്ഞിതാ, സൗന്ദര്യതാപമായ കുഞ്ഞിതാ ഈ കിണറ്റിനകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റതും അസീസ് രാജാവ് വാങ്ങിയതും കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തിയതും ഈ സൗന്ദര്യം കൊണ്ട് കൊട്ടാരത്തിലെ രാജ്ഞിയായി ജീവിച്ചിരുന്ന സുലൈഖ ബീവി സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയതും നമുക്കറിയാം.
അള്ളാഹു താല എവിടെ നിന്നാണ് യൂസുഫ് നബിയെ കൊണ്ടുവന്നതെന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും നല്ല സൗന്ദര്യം അള്ളാഹു ലോകത്ത് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? ഏറ്റവും നല്ല സൗന്ദര്യം ആർക്കാണ്? അറിയില്ല. ആർക്കാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനപ്പുറത്തേക്ക് പിന്നെ ഡിഗ്രി ഒന്നുമില്ല. അവിടെ ഉള്ളൂ, അവിടെ പോയി നിൽക്കും എല്ലാ സൗന്ദര്യം. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലം ഏതാണ്? പഴയങ്ങാടിയോ? ലൈറ്റ് ഇടണം. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും നല്ല സൗന്ദര്യമുള്ള, ലോകത്ത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള സ്ഥലം മുംതാസിന് വേണ്ടി ഷാജഹാൻ തീർത്തു കൊടുത്ത താജ്മഹാലാന്ന് പറയല്ലേ മടയന്മാരെ? കുത്തുബ് മിനാറാണെന്ന് പറയില്ലേ എന്റെ പ്രിയപ്പെട്ട മണ്ടികള്? വീഗാലാൻഡിലെ കൃത്രിമ കടലാണെന്ന് പറഞ്ഞ് ആ ചോദ്യത്തിന്റെ പ്രശസ്തിയെ നശിപ്പിച്ച് കളയല്ലേ എന്റെ പ്രിയപ്പെട്ടവര്? ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലമേതെന്നറിയോ? അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീ പ്രവാചകരെ മദീനത്തെ മാടപ്പീറാവുകളെ പാറിപ്പറക്കും മിനാരമിലേ. അല്ലാഹുവേ, ഞങ്ങളെ നീ അവിടെ എത്തിക്കാതെ മരിപ്പിക്കല്ല. പഴയങ്ങാട് പള്ളിയുടെ മഹാനുഭാവന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ മുറ്റത്ത് വന്നിരിക്കുന്ന ഗമനമില്ലാത്ത പാവപ്പെട്ട ഞങ്ങള് പൊന്നാര നബി തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുമ്പ് പോയി സലാം പറയിപ്പിക്കാതെ മരിപ്പിക്കല്ല. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലം മദീന തന്നെയാണ്. സൗന്ദര്യമുള്ള വീട് മസ്ജിദുൻ നബവി തന്നെയാണ്. അത് കാണുമ്പോഴേ അറിയോളൂ, ഈമാനുള്ളവർക്ക് അത് മനസ്സിലാകുള്ളൂ. അതിന്റെ അകത്താണ് ഏറ്റവും വലിയ സൗന്ദര്യ താപം കിടന്നിറങ്ങുന്നത്. താഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നീലാവേ അർശിന് കുർസിന് അധിപതിയുടയോന്റെ അസനത്തുലകത്തിലുരച്ചതുവേ അർശം കുർസിന് അധിപതിയുടയോന്റെ അസനത്തുലകത്തിലുരച്ചതുവേ താഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുള്ളാഹേ. ആ സൗന്ദര്യത്തിന്റെ മുന്നില് ലോകത്തുള്ള സർവ്വ സൗന്ദര്യങ്ങളും മുട്ടുമടക്കിയേ പറ്റൂ. അള്ളാഹു ആ സൗന്ദര്യതാപത്തെ കണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ലോകത്തുള്ള എല്ലാ സൗന്ദര്യവും 100 സൗന്ദര്യമാക്കി മാറ്റി പടച്ചതമ്പുരാന്റെ അടുത്താണ് 99 സൗന്ദര്യം. ബാക്കി ഒരു സൗന്ദര്യം മാത്രമേ ഈ ദുനിയാവിലേക്ക് അള്ള വിട്ടിട്ടുള്ളൂ. അപ്പൊ അള്ള എങ്ങനെ ഇരിക്കും? അള്ളാഹു എങ്ങനെ ഇരിക്കും? ഒരു സൗന്ദര്യം മാത്രമേ അള്ളാന്റെ അടുത്തുള്ളൂ. ബാക്കി 99 സൗന്ദര്യം അള്ളാന്റെ അടുത്തുണ്ട്. ഒരു സൗന്ദര്യം മാത്രമേ ഇവിടെ വിട്ടിട്ടുള്ളൂ. അപ്പൊ അള്ളാഹു എങ്ങനെ ഇരിക്കും? ആലോചിച്ച് നോക്കി. അള്ളാഹു പടച്ചതമ്പുരാൻ എത്ര ഭംഗിയായിരിക്കും കാണാൻ. സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുക അവന്റെ വാപ്പ ഒന്നീ ഗ്ലാമറായിരിക്കും, ഇല്ലെങ്കിൽ ഉമ്മ ഗ്ലാമറായിരിക്കും. രണ്ടുപേരും ഗ്ലാമർ അല്ലെങ്കിൽ എന്തായാലും പ്രസവത്തിന്റെ നടി നടന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കൂലേ? അപ്പൊ ഈ ലോകത്തെ ഇത്ര സൗന്ദര്യമായിട്ട് പടച്ച റഹ്മാനായ പടച്ചതമ്പുരാൻ എത്ര ഭംഗിയായിരിക്കും. അള്ളാഹു താല ലിക്കാഹ് കാണാൻ തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ വേറെ വിഷയങ്ങൾ, ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ ഇത്രയും സൗന്ദര്യം ഈ ദുനിയാവിൽ അള്ളാഹു പടച്ചിട്ട് അതിൻ്റെ സൗന്ദര്യത്തെ ഒരു തണ്ണിമത്തനായി നമുക്ക് ഉപമിക്കാം. വലിയൊരു തണ്ണിമത്തൻ, ഒരു സൗന്ദര്യം. അതിനെ രണ്ടായിട്ട് മുറിച്ചു. അതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? അള്ളാഹുവിൻ്റെ ഹബീബിന് കൊടുത്തു. ആ സൗന്ദര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദുനിയാവിൽ ഞാനും നിങ്ങളും ആസ്വദിച്ചത്, അനുഭവിച്ചത്. അള്ളാഹുവിൻ്റെ ഹബീബിന്റെ സൗന്ദര്യം ഇന്ന് ആ പറയുന്ന മദ്ഹ് പറയുന്ന സദസ്സിൽ പോലും നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ പിന്നെ കണ്ടവരുടെ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവരുടെ കണ്ടവർക്കുള്ള അങ്ങനെ ധാരാളം റസൂലുള്ളാഹി കണ്ടവരെ കണ്ടാൽ അതിനൊക്കെ ബറക്കത്താണ്. അപ്പൊ ആ സൗന്ദര്യം അങ്ങനെയാ. ബാക്കി പകുതിയാണ് തണ്ണിമത്തനിന് പകുതിയല്ലേ ഉള്ളൂ. അതിനെ വീണ്ടും രണ്ടായിട്ട് മുറിച്ചു. അതിന്റെ പകുതിയാണ് ആർക്ക് കൊടുത്തത്? മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത്. പാടാൻ നേരമില്ല, പാട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ്. പകുതി, അതിന്റെ പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. ഇനി കാൽഭാഗേ ഉള്ളൂ. അതാർക്ക് കൊടുത്തു? അപ്പൊ താത്ത പറയും, ഓ
എനിക്ക് തന്നെ തന്നു. എനക്ക് തണ്ണിമത്തൻ്റെ കുരുവിൻ്റെ പകുതിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇവിടെ നടപ്പ് വേണ്ടാ തോന്നുന്നു മൊത്തം തണ്ണിമത്തം ഒരുമിച്ച് ലോഡോടി അങ്ങ് ഇറക്കി തന്നു. കുരുവിൻ്റെ പകുതി, തണ്ണിമത്തിൻ്റെ പകുതിയുടെ പകുതിയല്ല, കുരുവിൻ്റെ പകുതി. അതെടുത്ത് വെച്ചോണ്ട് കൊണ്ട് പോണ കണ്ടാ തോന്നും അല്ലോടി ആയിഷ. മഴ പെയ്താൽ റോഡ് മൊത്തം ചുമ കിടക്കും. കാരണം ഈ മരുന്ന് മൊത്തം അലിഞ്ഞു പോവുക. ആ രീതിയിലാണ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, കടയിൽ പോയിട്ട് ചോദിക്കുക മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? ഇല്ല, പാപ്പാക്കൊരു മുട്ടനാടുണ്ടായിരുന്നു, അത് വേണമെങ്കിൽ തന്നെ. മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോന്നാ ചുരിദാറിന്റെ പേരാ. പെരുന്നാളിന് പോലും ആചാര് വലിയ താടി നല്ല സെറ്റപ്പായിട്ട് പോവും. കൂടെ നടക്കണ 9 വയസ്സുള്ള മോള് മേരിക്കൊണ്ടൊരു കുഞ്ഞാടാ. ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ മാത്രം അങ്ങോട്ട് പോയി അങ്ങോട്ട് സെറ്റപ്പാന്ന് വിചാരിച്ചാൽ മതിയോ? നമ്മുടെ മക്കളെ നന്നാക്കേണ്ട ചുമതല നമുക്കില്ലേ? അവർ പറയുന്നത് മൊത്തം വാങ്ങിക്കൊടുത്തവരുടെ താളത്തിനൊത്ത് ഉള്ളതല്ല. വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിച്ചേ പറ്റൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്രത്തോളം സൗന്ദര്യം അള്ളാഹു പടച്ച തമ്പുരാൻ ലോകത്ത് പടച്ചു. എന്നിട്ട് ആ സൗന്ദര്യം യൂസുഫ് നബിക്ക് അള്ളാഹു കൊടുത്തു. എന്നിട്ട് യൂസുഫ് നബിക്ക് അധികാരം കൊടുത്തു. ഓടച്ചാലിൽ കിടന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മിസ്റിന്റെ രാജാവാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി. എന്നിട്ട് അള്ളാഹു ചോദിച്ചു യൂസുഫേ, ഇനി എന്താണ് നിനക്ക് വേണ്ടത് യൂസുഫേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. അല്ലാഹുവേ, നീ എനിക്ക് അധികാരം തന്നു പടച്ചവനെ. മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നവ്യാഖ്യാനം എനിക്ക് പഠിപ്പിച്ചു തന്നു തമ്പുരാനെ. എന്തെല്ലാം അത്ഭുതകരമായ കഴിവ് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തു. ആ പടച്ച തമ്പുരാൻ ചോദിക്കുന്നു, യൂസുഫേ ഇനി എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്താ? തവഫനി മുസ്ലിമാ. അധികാരം തന്ന അല്ലാഹ്, സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന അല്ലാഹ്, സൗന്ദര്യം തന്ന അല്ലാഹ്, എല്ലാവിധ സന്തോഷങ്ങളും വാരിപ്പുകർന്നു തന്ന അല്ലാഹ് എന്ന മുസ്ലിമായി മരിപ്പിക്കോട് ചെയ്യണേ റബ്ബേ. എന്തു വേണമെന്നല്ലാന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ റബ്ബിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് കാര്യമില്ല. ലാമിയാതെ പറഞ്ഞതാണ് ഞാൻ പെരുന്നാളിട്ടത് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്ങളെ, നിന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിനകത്ത് പടച്ചതമ്പരാൻ ഇരിക്കാനുള്ള സ്ഥലം വേണം. പെങ്ങളെ, അല്ലാഹുവെ കളിയാക്കാൻ പാടില്ല, അല്ലാഹുവെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാര്യം കാണാൻ വേണ്ടി മാത്രം കൈ ഉയർത്താനുള്ള ഒരു യന്ത്രമാക്കി പടച്ചതമ്പുരാനെ മാറ്റാൻ പാടില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു പടച്ചതമ്പുരാനെ ഈ സൗകര്യങ്ങളും ഈ സന്തോഷങ്ങളും വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും എന്തുമാത്രം റഹ്മാനായ പടച്ചതമ്പുരാനെ തുടിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ ആവേശത്തോടെ തുതി പറയേണ്ട, തക്ബീർ പറയേണ്ട, തഹ്ലീൽ പറയേണ്ട കാലഘട്ടമാണിത്. അല്ലാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം കയ്യിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് ആ പടച്ചറബിനോട് ദിക്ർ പറയാൻ, ആ പടച്ചറബിനെ ഓർക്കാൻ അറിവിന്റെ സമയമാകുമ്പോ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് തുടങ്ങുന്ന അനേകായിരം ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈമാനോടുകൂടി മരിക്കുന്നതിന്റെ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് ക്ലോസ് ചെയ്ത് വെക്കും. ഇന്നു മുതൽ തീരുമാനിക്കും, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയതൊരു 100 പ്രാവശ്യം സമയമെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു നിയത്തി. കാരണം മരണമാണ് നമുക്ക് വലുത്, ജീവിതമല്ല. മരണമാണ് വലുത്. എപ്പോഴാ മരിക്കുന്നെന്ന് പറയാൻ പറ്റും. ഈ വർഷവും റമളാൻ മാസം കിട്ടണമെന്ന് വളരെ കൊതിച്ചാഗ്രഹിച്ചിരുന്ന എത്രയോ പേര് നമ്മളോട് വിട പറഞ്ഞു പോയി. ആ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ പെരുന്നാളിന്റെ അന്ന് നടന്ന മരണം വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മൾ ഓർക്കണം, പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ് മുഴുവനും പിടിക്കണമെന്ന കണിച്ചക്കാരിയായ ഒരു സഹോദരി കിഡ്നി തകരാറ് ബാധിച്ച് ഡോക്ടർ നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് റമളാന് മുമ്പേ പറഞ്ഞവരാണ്. പക്ഷേ നോമ്പ് പിടിച്ചു. 19 നോമ്പ് പിടിച്ചു. 20ന്റെ അന്ന് നോമ്പ് പകുതിയായപ്പോൾ ദേഹം തളർന്നു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 20% മാത്രം ജീവിതത്തിൽ സാധ്യത, 80% പോയി കഴിഞ്ഞു എന്ന് ഡോക്ടർ. റമളാൻ മാസത്തിലെ നോമ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ച രോഗിയുടെ കാര്യം പറഞ്ഞു. രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ, എങ്കിലും ചില ആൾക്കാർ പിടിക്കാറുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ചെറിയ തലവേദന അല്ല രോഗമാണ്. നമ്മളിങ്ങനെ ഒരു ഗുളിയായിട്ട് നടക്കുന്ന കാണുന്നത് സ്റ്റൈൽ, അത് വേറെ വിഷയം. അതൊന്നും അല്ല. രോഗം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. നോമ്പ് പിടിക്കൽ കൊണ്ട്
ശരീരത്തിന് നല്ല തകരാറുണ്ട് എന്ന് വ്യക്തമായ ഡോക്ടർ പറഞ്ഞാൽ ആ രോഗി നോമ്പ് പിടിക്കണമെന്നില്ല. ഉസ്താദിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോ, പിന്നെ പുസ്തകമായിട്ട് നിങ്ങൾ അംഗീകരിക്കണമെന്നല്ല, എന്റെ വാത് കേട്ടോ വയ്ക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദമായിട്ട് ചോദിച്ചു. അപ്പോ ഈ നോമ്പ് സഹോദരി പിടിച്ചു. 20ാമത്തെ നോമ്പിൽ നിന്ന് തളർന്നു വീണു. 20% സാധ്യത ഡോക്ടർ കൊടുത്തു. അപ്പൊ ആ സഹോദരി ഭർത്താവിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞെന്താന്നറിയാം, ഏതായാലും മരിക്കും ഉസ്താദെ, ഏതായാലും മരിക്കും, ഇനിയിപ്പോ വലിയ താമസമില്ലാതെ തന്നെ മരിക്കും, അതുകൊണ്ട് എനിക്ക് റമദാൻ തീരുന്നതിന് മുമ്പ് മരിക്കും. 2 മക്കളാ, 7 വയസ്സും 9 വയസ്സുള്ള 2 മക്കളെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത്, വല്യതനാ റമദാൻ എന്ന് പറഞ്ഞ് എത്ര നാളുകൊണ്ട് കാത്തിരുന്നതാ പ്രിയപ്പെട്ട ഉസ്താദേ. അതുകൊണ്ടാ റമദാൻ വിട പറയുന്നതിന് മുമ്പ് ആ പരിശുദ്ധ ദിവസത്തിൽ തന്നെ മരണപ്പെടണമെന്ന കൊതിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നരകമോചനത്തിന്റെ പ്രധാനപ്പെട്ട രാവുകളാണല്ലോ. അതുകൊണ്ട് അതിലൊന്നിൽ എനിക്ക് മരിക്കണം, എന്തായാലും എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മയില്ലാതാകുമെന്നുറപ്പാണ്. അതുകൊണ്ട് റമദാനിൽ തന്നെ മരിക്കട്ടെ, അതിന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ഞാൻ ദുആ ചെയ്യുമോ പ്രിയപ്പെട്ടവരെ? ഭർത്താവ് പറഞ്ഞു, ഉസ്താദേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യല്. അവളെങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്നിട്ടില്ല. ഇന്ന് പ്രിയപ്പെട്ടവൾക്ക് ഈ രോഗമുണ്ട് എന്ന് 3 വർഷത്തിന് ശേഷമാണ് അവളോട് പറഞ്ഞതുപോലും ചെയ്ത്. അതുവരെ രഹസ്യമായി മരുന്ന് കൊടുത്തുകൊണ്ട് ഗുളിക കൊടുത്തുകൊണ്ട് ഈ രോഗത്തിലാണെന്ന് പറയാറ് ഭർത്താവ് ചികിത്സിക്കുകയായിരുന്നു. എത്ര നല്ലതുപോലെ ജീവിച്ചിരുന്ന കുടുംബബന്ധമാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസമാകുമ്പോ തലാക്ക് വേണമെന്ന് പറഞ്ഞ് പള്ളിയിൽ വന്ന് കരയുന്നവരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം സ്നേഹമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ദമ്പതികൾക്ക് അവസാന റമദാനിൽ മരണപ്പെട്ടില്ല, പെരുന്നാളിൽ എന്നാണ് പ്രിയപ്പെട്ടവങ്ങൾ മരണപ്പെട്ടത്. ഇത്രത്തോളം കഷ്ടപ്പെട്ട് റമദാനിൽ ഒരു മരണം ചോദിച്ചിട്ട് പോലും അല്ലാഹു കൊടുത്തില്ല. ആ മരണം അല്ലാഹുവിന്റെ സ്വകാര്യ സമ്പാദ്യമാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന നേരത്തല്ലാതെ ലോകത്തിലൊരാളെ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചിറമ്പരാൾ കൊണ്ടുപോകില്ല. എത്രയോ ഭൂമി കുലുക്കങ്ങളിൽ, ഭൂകമ്പങ്ങളിൽ എല്ലാ കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊടിഞ്ഞു വീണു വെറുതെ നിന്നവരൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചു. മണ്ണിനടിയിൽ കിടന്ന 2.5 മാസം 3.5 മാസം മാത്രം പ്രായമായ കുഞ്ഞ് അത്ഭുതകരമായി ഒരാഴ്ചയ്ക്ക് ശേഷം രക്ഷപ്പെട്ടു എന്നൊക്കെ പത്രത്തിൽ വായിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു പോലെ വളർത്താൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ്? ഇന്നും പിന്നെ എറണാകുളം അമൃത ഹോസ്പിറ്റൽ, പിന്നെ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എന്റെ ഒരു കൂട്ടുകാരന്റെ കുഞ്ഞ് കിടക്കും. ആദ്യത്തെ പ്രസവം, കല്യാണം കഴിഞ്ഞ് 3 വർഷം വരെ മക്കളില്ല. ആദ്യത്തെ കുഞ്ഞ് പ്രസവം 7 മാസമായി, വയറ്റിൽ വെള്ളം കുറഞ്ഞു, കുഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തു, കുഞ്ഞ് മരണപ്പെട്ടു. 2ാമത്തെ കുഞ്ഞും ഇതുപോലെ 7 മാസമായപ്പോൾ വയറ്റിൽ വെള്ളം പറ്റി, ഓപ്പറേഷൻ ചെയ്തു, കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു, കൊണ്ടുവന്ന് കിടത്തി. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കിടത്തി. ഒരാഴ്ച ജീവനോടുണ്ടായിരുന്നു, പിന്നെ മരണപ്പെട്ടു. 3ാമത്തെ കുഞ്ഞ് അങ്ങനെ തന്നെ വന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഉള്ളത് ഹോസ്പിറ്റലിലാണ്, നല്ല റിസൾട്ടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞു, അമൃത ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഇല്ല. നിങ്ങളെല്ലാവരും ദ്വാര സാധുവാണ്. കാരണം ഇനി ആ കൂട്ടുകാരന്റെ മുഖത്ത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം നോക്കാനുള്ള മനസ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇന്നലെയും ഞാൻ അവിടെ പോയിട്ടാണ് വന്നത്. പരിപാടിക്ക് പോയപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ ആ കുഞ്ഞിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ദ്വാരകൾ ഒരുപാട് കൊതിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് കുഞ്ഞിനെ അല്ലാഹ് തരികയാണെങ്കിൽ കുഞ്ഞുമായിട്ട് വരും, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വരും. നല്ല ഉറപ്പോടുകൂടി തവക്കലാക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു ഈമാനൊന്നും നമുക്കല്ല തന്നിട്ടില്ല. പറയും അത്രയ്ക്ക് നല്ല മനസ്സിന് നല്ല ഉറപ്പ്. അവൻ പറയുന്നു പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ ലാ തഖനത്തുൽ റഹ്മത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ ആ പ്രതീക്ഷയിൽ ആശ മുറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷ, അത്രേ ഉള്ളൂ. കാരണം കഴിഞ്ഞ കുഞ്ഞ് ഇതുപോലെ ഞാൻ ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷ കൊണ്ടിരുന്ന, പക്ഷെ അള്ളാഹു തആല കൊണ്ടുപോയി. ഇതുപോലെ ഒരുപാട് കൊതിപ്പിച്ചിട്ട് അള്ളാഹു കൊണ്ടുപോയി. ഇവർക്കൊക്കെ കുഞ്ഞുങ്ങളില്ല. എന്നിട്ട് ആ സഹോദരൻ പറയാൻ, എത്രയോ സഹോദരിമാർ ഓടയിൽ കിടന്ന് പ്രസവിക്കുന്നു, മഞ്ഞപ്പിത്തവും ഇല്ല, ഭാരം കുറവും ഇല്ല, വെള്ളം കുറവും ഇല്ല, ഒന്നുമില്ല, അവിടെ പ്രസവിക്കുന്നു. ചിലർ അമ്മത്തൊട്ടിൽ കൊണ്ടിടുന്നു, ചിലര് പ്രസവിച്ചിട്ട് തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നു, ചിലര് തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്നു. കരഞ്ഞോണ്ട് പറയാം, അല്ലാഹു തആല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് 1ാമത്തെ മാസം മുതൽ നോറ്റ് നോക്കിയിരുന്നിട്ട് ഈ പ്രശ്നമാണ്. ഓടയിൽ കിടന്ന് പ്രസവിക്കുന്നു, തെണ്ടികൾ പ്രസവിക്കുന്നു, യാചകര് പ്രസവിക്കുന്നു, ഭ്രാന്തന്മാരും ഭ്രാന്തികളും അവർക്കുള്ള മക്കളെ കൊടുക്കുന്നു. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ അല്ലാഹു തആലയുടെ തീരുമാനം തന്നെ നടക്കട്ടെ എന്ന് ആ സഹോദരൻ പറഞ്ഞെങ്കിൽ, ഈ ഇരിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു, നമ്മളൊക്കെ എത്ര അള്ളാഹുവിന്റെ അനുഗ്രഹം കൈനീട്ടി വാങ്ങിയവരാണ്.
നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളെ നിന്ന് വിളിക്കുമ്പോൾ ഓടി വന്ന് കവളത്ത് മുത്തം തരുന്നു. അതുപോലെ മുട്ടായി ഇല്ലെങ്കിൽ കവളത്ത് കവി തരുന്നു. എന്തായാലും കുഴപ്പമില്ല, എന്തായാലും മക്കൾ വരുന്നു, ഭാര്യ പുണരുന്നു, ഭാര്യ, മക്കൾ, വീട്, കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നു. എത്രയോ പേര് കണ്ണീരോടുകൂടി കഴിയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ റഹ്മാനാണ് പടച്ചതമ്പുരാൻ. അൽഹംദുലില്ലാ, നമ്മൾ എപ്പോ മരിക്കുന്ന റബ്ബിന് മാത്രമായി. ഇന്നലെ ഉണ്ടായിരുന്നവർ ഇന്നില്ല, ഇന്നുണ്ടായിരിക്കുന്നവർ നാളെയില്ല. നാളത്തെ വാതിന് പോകുന്ന സ്ഥലത്ത് അവർ കാത്തിരിക്കുമ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റുമെന്ന് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആർക്കും അതിനൊരു ഉറപ്പില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് 4 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനെ വിളിക്കാൻ വാഹനവുമായി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോയി ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോ വാഹനാപകടത്തിൽ ഭാര്യ മരണപ്പെട്ടു, ഭർത്താവ് രക്ഷപ്പെട്ടു. ആ ഭർത്താവ് എങ്ങനെയാണ് നാട്ടിൽ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, വന്നതിന്റെ അന്ന് അസുർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരുടെ മയ്യത്തും കൂടിയാണ്. അല്ലാഹു പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. സ്കൂളിലേക്ക്, നഴ്സറിയിലേക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് ബാഗും തൂക്കി വാട്ടർ ബോട്ടിലുമായിട്ട് പോകുന്ന കുഞ്ഞുമക്കള് കഴിഞ്ഞ വർഷവും സ്കൂൾ വാഹനം തിരുവനന്തപുരം പാർവതി പുത്തനാറിലേക്ക് പറഞ്ഞു വീണിട്ടു 6 മക്കളല്ലേ പ്രിയപ്പെട്ടവരെ. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉമ്മാടെയും ഉപ്പാടെയും മുമ്പ് കൊണ്ടുവന്ന് കിടത്തിയത്. അതിൽ ഒരു കുഞ്ഞ് 1 വർഷമായി ബോധമില്ലാതെ ഇന്നും തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലാണ്. മുഹമ്മദ് റുഫാ എന്നാണ് പേര്. അള്ളാഹുവിന്റെ തീരുമാനം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് കൊടുത്തു കൊടുക്കുന്ന സീരിയലിന്റെ മുമ്പിൽ നിന്ന് ഇനിയെങ്കിലും ഒന്ന് എഴുന്നേക്കാൻ എന്റെ മനസ്സ് നിന്നെ അനുവദിക്കുമോ? ഓണാഘോഷ പരിപാടി കാരണം രാവിലെയും രാത്രിയുമൊക്കെ കടയിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിപ്പിച്ചിട്ട് വീടിന്റെ മുന്നിൽ ആ പെട്ടിയുടെ മുന്നിൽ ചടഞ്ഞിരിക്കുന്ന പെങ്ങളെ, റമളാൻ മാസത്തിൽ എത്ര സന്തോഷമായിരുന്നു. നമ്മുടെ വീടിന്റെ വ്യക്തി എത്ര രാഹത്തായിരുന്നു. നമ്മുടെ പള്ളികൾ എത്ര സജീവമായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരുത്തുന്ന പടച്ചതമ്പുരാനെ പുറംകാടുകൊണ്ട് വലിച്ചെറിയാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ആയുസ് എത്തിക്കഴിഞ്ഞാൽ, അജലെത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും അല്ലാഹു പടച്ചതമ്പുരാൻ നിന്നെ പിന്തിക്കുകയില്ല. നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും കേട്ടോ. എന്റെ മക്കൾ ഞാനെന്ന് കാണട്ടെ എന്ന് പറയാൻ പറ്റൂല. എന്റെ ഭർത്താവ് ഗൾഫിന്ന് വന്നതേ ഉള്ളൂ, എന്റെ റൂഹ് പിടിക്കല്ലേ എന്ന് പറയാൻ പറ്റൂല. ഹജ്ജിന് പോകാൻ അപേക്ഷ കൊടുത്തല്ല, ക്ലിയറായി പൈസ അടച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ടൊന്ന് പിടിച്ചോ എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു നിശ്ചയിച്ച സമയം വരുമ്പോ കിടന്നു കൊടുത്തേ പറ്റൂ. അസറായിലിന്റെ മുമ്പിൽ ഇരുന്ന് കൊടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും മരിച്ചാ മതിയോ പ്രിയപ്പെട്ടവര്? കണ്ട അണ്ടനും അടകോടനും റോഡിൽ കിടന്ന് മരണപ്പെടുന്ന പോലെ, ഓടയിൽ കിടന്ന് മരണപ്പെടുന്ന പോലെ നാവുകൊണ്ട് നന്മ പറയാറ് കാതറായി ചത്തൊടുങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പാതിരാത്രിയിലായിരങ്ങളായ നിങ്ങള് എന്റെ മുന്നിൽ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നിർമ്മിച്ചു ഓടുന്നത്? എന്തിനാണ് ഈ പാവപ്പെട്ടവരെ ശബ്ദത്തോട് അത് പറയുന്നത്? നമുക്ക് ഈമാനോടുകൂടി മരിച്ചേ പറ്റൂ. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു പടച്ചതമ്പുരാനോട് കണ്ണീരോടെ ചോദിച്ചാ ദ്വാരങ്ങളും ചോദിക്കണം. തവഫനീ മുസ്ലിമാ, എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. കണ്ണീരോട് ദുആ ചെയ്യണം. ഇമാ പള്ളിയിൽ പഴയ കാലത്ത് ഒരു ഇമാമായിരുന്ന ഒരു ഹംസാ മൗലവി, ചാലിയം ഹംസാ മൗലവി എന്ന പേര്. അദ്ദേഹം മരണപ്പെട്ടത് റമളാനിൽ തറാവീഹിന്റെ സുജൂദിലായി. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അത്ര നല്ല മരണം. കഴിഞ്ഞ വർഷം ഹജ്ജിന് വന്ന ഒരു സഹോദരൻ മിനയിൽ കിടന്നു മരണപ്പെട്ടു. മരിച്ചതിന് ശേഷമാണ് ആ മുഖത്തിന്റെ ഭംഗി. പത്തനംതിട്ട ജില്ലക്കാരിയായ ഒരു സഹോദരി മദീനയുടെ ലോഡ്ജിൽ മുത്തുനിബിതങ്ങളെ 3 ദിവസം ചേർത്തുകൊണ്ട് സ്വപ്നം കണ്ടിട്ട് 3 മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് കൊടുത്ത ഭാഗ്യം കണ്ടോ? നമ്മളെവിടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളെവിടെ ആയിരിക്കും റബ്ബേ മരിക്കുക? എങ്ങനെ നമുക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയും? ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ സജീവമാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് അതിന് ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രം കുറച്ച് മൗലാക്കന്മാരെ മുത്തഅല്ലിമീങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോരാ.
അവര് ദിക്ർ സ്വാഭാവികമായി ചൊല്ലുന്നവരാണ്. നമ്മൾ ചൊല്ലണം. നമ്മുടെ വീട്ടിൽ വാപ്പാന്റെ ഒരു ആണ്ട് നടക്കുന്നു, വാപ്പാക്ക് ഒരു ദിക്ർ ഹദിയ ചെയ്യുന്നു, ഉസ്താദുമാരെ മുത്താലിമീകളെ കൊണ്ടുവന്ന് 70,000 ചൊല്ലാൻ പറഞ്ഞ് ബുക്കും ഡയറി എടുത്തു കൊടുത്ത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വെച്ച് ദിക്ർ ചൊല്ലിപ്പിച്ചാൽ പോരാ. മക്കളായ നമ്മൾ കൂടെ പോയിരുന്ന് രായിലായില്ലെന്ന് പറയണം. നമ്മൾ ബിരിയാണി ചെമ്മിന്റെ അടുത്ത് പോയിരിക്കാം. അത്രയ്ക്കുള്ള വാപ്പായുള്ള സ്നേഹം. നമ്മൾ അങ്ങനെ ആവരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെല്ലണം. നിങ്ങൾ പറയും നമ്മൾ ചെന്നില്ലെങ്കിൽ ചോറ് തങ്ങിപ്പോവും. പിന്നെ അതിൽ കുറച്ചുള്ള ചോറ് കൊടുത്താൽ മതി വാപ്പ, നിനക്ക് സമാധാനമായിട്ട് ദിക്ർ ചൊല്ലാം. ഇനി അന്ന് തന്നെ ചൊല്ലണമെന്നല്ല, മരിച്ചതിന്റെ അന്ന് മുതൽ മക്കളും ചെറുമക്കളുമായിട്ട് കുറെ ഉണ്ടല്ലോ വീട്ടില്, വട്ടം കൂടിയിരുന്ന ഹാളിന്റെ അകത്തിരുന്ന് ചൊല്ലിയാൽ ഈ ഉസ്താദന്മാർ 70,000 ചൊല്ലാൻ വരുമ്പോൾ നിങ്ങൾ 1,00,000 കഴിയും. അപ്പൊ അവരുടെ കൂടെ ഈ ദിക്റും കൂടെ ഹദിയ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഇഖ്ലാസോട് ചെയ്യാമായിരുന്നല്ലോ. അതിനൊന്നും നമ്മൾ സമയം കണ്ടെത്താറില്ല, നേരമില്ല. പൈസ എത്ര വേണം അതാ, വാപ്പാക്ക് വേണ്ടി എത്ര രൂപ പൈസ പള്ളിക്കിരിക്കട്ടെ, അത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ പ്രതിഫലം കിട്ടൂലെന്നല്ല, മറിച്ച് വാപ്പാക്ക് വേണ്ടി ഏറ്റവും അധികം കൊടുക്കാനുള്ളത് നിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അങ്ങനെ കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ദിക്ർ ചൊല്ലണം. സ്വന്തമായി കുറെ ലക്ഷക്കണക്കിന് ദിക്ർ നമ്മൾ ചൊല്ലി വെക്കണം. ലക്ഷക്കണക്കാർ അധികാറുകൾ ചൊല്ലിവെച്ചുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ജീവിക്കാനുള്ള ഒരുങ്ങിയിരിക്കാനുള്ളത്, മരിക്കാനൊരുങ്ങിയിരുന്നു. പഴയനാട് പഴയ പള്ളിയുടെ അകത്തളത്ത് ജുമാനിസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളി കത്തിയപ്പോൾ നിസ്കാരത്തിൽ കത്തിക്കരിഞ്ഞ ചാരമായി പോയവരുടെ മയ്യത്ത് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളോട് വന്ന് എന്തേ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കിയോ. വമൽമാലു വല്ലഹുലൂന ഇല്ലാഹദായിഹു വലാ ബുദ്ദ യൗമൻ തുറബ്ബുൽ മവാദിഉ. നിന്റെ കുടുംബവും നിന്റെ സ്വത്തും നിന്റെ മക്കളും നിന്റെ വീടും നിന്റെ വാഹനവും നിന്റെ വസ്ത്രവുമല്ല, അള്ളാഹു സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന സാധനങ്ങളാണ്. അള്ളാഹു പടച്ചതമ്പുരാ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം അള്ളാഹു തിരിച്ചു ചോദിക്കുമ്പോ കൊടുത്തേ പറ്റൂ. സാധുവാക്കൾ മരണപ്പെടുമ്പോ എന്നോട് അള്ളാഹു പറയുന്നു, നീ കൊടുത്തോ, നിന്റെ ഷാള് കൊടുത്തോ, നിന്റെ തൊപ്പി കൊടുത്തോ, നിന്റെ മൊബൈൽ കൊടുത്തോ, നിന്റെ വാച്ച് കൊടുത്തോ, നിന്റെ പേഴ്സ് കൊടുത്തോ, എല്ലാം കൊടുത്തിട്ട് വന്നതുപോലെ ധരിച്ചതുപോലെ കിടന്നു കൊടുക്കുമ്പോ ബന്ധുക്കളുടെ ബാധ്യതയാണ്. പിന്നെ 3 തുണ്ട് തുണി കൊണ്ട് പൊതിയല്, അത് നമുക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ അവകാശമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ്. അവര് പൈസ കൊടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിയെടുത്തതിൽ നിന്ന് 3 തുണ്ട് തുണി കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് നടക്കുമ്പോ ഇവിടെ ഉമ്മ 65,000 വരതയുടെ 40,000 കമ്മീസുകളുടെ 50,000 ചെരുപ്പുകളുടെ പ്രിയപ്പെട്ടവരുടെ നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടി മാത്രം എത്രയോ വിശാലമായ സ്വിമ്മിംഗ് പൂളുള്ള കൊട്ടാരം പണിഞ്ഞ നിന്റെ ഭർത്താവിന്റെ കൊട്ടാരം എവിടെ? എല്ലാം ഈ ദുര്യാവിന്റെ വിലുക്ക് പുറപ്പെട്ടിട്ട് പോകുമ്പോ സഹോദരിമാരെ, ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാകണമെങ്കിൽ രാത്രി മക്കളെയും കൊണ്ട് സ്റ്റാർ സിംഗർ കണ്ടുകൊണ്ടിരുന്ന സമയം കളയല്ലേ. പാതിരാത്രി ഉറക്കമിടുന്നുകൊണ്ട് നിന്റെ ഒടുക്കത്തെ സീരിയല് നിന്നെയും കൊണ്ട് പോകുന്നത് വരെ കാത്തിരിക്കല്ലോടെ. ഒരു രൂപയുടെ ഉപയോഗം പോലും നിനക്ക് തരാത്ത അത്തരം പരിപാടികളെ മുന്നിൽ ജീവൻ പടയുന്ന കാര്യങ്ങളെ കഴിയുന്ന പെണ്ണുമോള് അള്ളാഹു വേണ്ടി ജീവിതം സമർപ്പിച്ച നഫീസത്തിന് ചെറിയ പോലും ഖബർ കെട്ടിയിട്ട് ആ ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് തേങ്ങിക്കറന്ന് പൊട്ടിക്കറന്നുകൊണ്ട ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് കൊണ്ടെങ്കിൽ തിരിച്ചു വന്നു. അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് തടസ്സമാവല്ലേ. അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും റഹ്മാനായ പടച്ചതമ്പുരാനെ ഓർക്കുന്നതിന് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ പണമോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോ തടസ്സമാണെങ്കിൽ അവര് പരാജിതരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ.